വര, ചിത്രം. അച്ഛാ, എന്താ മോളെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അച്ഛാ, ഇപ്പൊ എല്ലായിടത്തും എ ആണെങ്കിൽ കഥ എഴുതും, പാട്ട് എഴുതും, എല്ലാം എഴുതും, കണക്ക് ചെയ്യും, എല്ലാം ചെയ്യും. അപ്പൊ ഭാവി നമ്മുടെ എല്ലാവരുടെയും വില പോത്തില്ലേ? ഇല്ല, അങ്ങനെ ഭാവി വില പോകത്തില്ല. ഏതൊരു പുതിയ കണ്ടുപിടുത്തം വരുമ്പോഴും മനുഷ്യന്റെ എല്ലാം ഒരു സംശയം ഇതാണ്, പിന്നെ ഇത് വരുന്നതോടുകൂടി മനുഷ്യന്റെ പ്രസക്തി ഇല്ലാതാകുമോ എന്നൊരു സംശയമുണ്ട്, പൊതുവെ ഉള്ളതാണ്. പക്ഷെ ഒരിക്കലും അതുണ്ടാവില്ല. ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോഴും മനുഷ്യന്റെ പ്രസക്തി വർദ്ധിക്കത്തേ ഉള്ളൂ. അതെങ്ങനെ? അതിപ്പോ നമ്മള് ആറ്റം ശക്തി കണ്ടുപിടിച്ചത് മനുഷ്യനാണ്. ആറ്റത്തിന് ഇത്രമാത്രം ശക്തി ഉണ്ടെന്നല്ലേ. അതുകൊണ്ട് പിന്നെ വൈദ്യുതി തെളിയുന്നുണ്ട്. പിന്നെ വൈദ്യശാസ്ത്രത്തിൽ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തി, പുതിയ പുതിയ ഗവേഷണങ്ങൾ ധാരാളം ആറ്റത്തിന്റെ ശക്തി ഉപയോഗിച്ച് കണ്ടെത്തി. ലോകം മുഴുവൻ വെളിച്ചം കാണിക്കുന്ന ശക്തി കൊണ്ട് തന്നെ പ്രപഞ്ചത്തെ ബോംബിട്ട് നശിപ്പിക്കാനും. വാ, ഫാന്റാസ്റ്റിക് കേട്ടോ. ഹിരോഷിമയിൽ ബോംബിട്ടതുപോലെ, നാഗസാക്കിയിൽ ബോംബിട്ട പോലെ. ചിറ്റപ്പൻ മിനിഞ്ഞാന്ന് പറഞ്ഞത് കുഞ്ഞിന് ഓർമ്മയുണ്ടായിരുന്നല്ലേ? മിനിഞ്ഞാന്ന് 6-ാം തീയതി ഹിരോഷിമ ഡേ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ബോംബിട്ട് നശിപ്പിക്കാനൊക്കെ ഉള്ള ശേഷിയും ആറ്റത്തിനുണ്ട്. അത് ആറ്റത്തിന്റെ കുഴപ്പമാണോ? അല്ല, മനുഷ്യന്റെ കുഴപ്പമാണ്. തീർച്ചയായും AI അങ്ങനെ തന്നെയാണ്. AI ഉപയോഗിച്ച് നമുക്ക് രോഗനിർണയം നടത്താം, അല്ലേ? ധാരാളം നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അതെല്ലാം ചോദിക്കാം, ധാരാളം കാര്യങ്ങൾ പഠിക്കാനൊക്കും. അതേ AI ഉപയോഗിച്ച് തന്നെ മനുഷ്യന്റെ വ്യാജ വീഡിയോകൾ ഉണ്ടാക്കാം, ഫോട്ടോ ഉണ്ടാക്കാം, മനുഷ്യനെ അപകീർത്തിപ്പെടുത്താം, മനുഷ്യനെ കള്ളത്തരത്തിൽ മനുഷ്യനെ ചതിക്കാനൊക്കും. ഇതൊക്കെ AI ഉപയോഗിച്ച് നടക്കും. അപ്പോൾ കുഴപ്പം AI-യുടെ ആണോ? അല്ല, ഉപയോഗിക്കുന്ന ആളുടെ കുഴപ്പമാണ്. അത് ഏതൊരു കാര്യത്തിലും അങ്ങനെയാണ്. ഉപയോഗിക്കുന്ന ആള് ശരി. ഇപ്പോൾ ഒരു കത്തി, അത് ഡോക്ടറുടെ കിട്ടിയാൽ ആ കത്തി ഉപയോഗിച്ച് ഡോക്ടർ ഒരു ജീവൻ രക്ഷിക്കും, അല്ലേ? അതേ കത്തി ഒരു കൊലയാളികളുടെ കയ്യിൽ, ഒരു കുറ്റവാളിയുടെ കയ്യിലാണ് കിട്ടുന്നെങ്കിലോ അയാൾ ഒരുപക്ഷെ അത് വെച്ച് ഒരാളെ കൊന്നു എന്ന് വരാം. കത്തി ഒന്ന് തന്നെയാണ്, പക്ഷെ ഉപയോഗിക്കുന്ന ആളുടെ സ്വഭാവം അനുസരിച്ച് അത് മാറും. എഐക്ക് നമ്മളെക്കാൾ ബുദ്ധി ആയാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ എഐക്ക് നമ്മളാകാനൊക്കില്ല. നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധി ഉണ്ടാവാം എഐക്ക്, അല്ലേ? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അത് ഉത്തരം തന്നേക്കാം. ഇപ്പൊ നിനക്ക് പനി വന്നു, പനി വരുമ്പോൾ എഐയോട് ചോദിക്കാം ഇതിനെന്ത് മരുന്ന് വേണം എന്ന് ചോദിച്ചാൽ എഐ ഇന്ന മരുന്ന് വേണം, പനിയുടെ ലക്ഷണമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ മരുന്നൊക്കെ നിശ്ചയിച്ചു തരും. പക്ഷേ നിനക്ക് ചൂട് കൂടുതലുണ്ടോ എന്ന് തൊട്ടു നോക്കാൻ എഐക്ക് സാധിക്കുമോ? അത് അമ്മയ്ക്കല്ലേ കഴിയത്തുള്ളൂ. നിനക്കൊരു വയ്യാഴിക വന്നാൽ, നിന്റെ മുഖത്തൊരു ക്ഷീണം തോന്നിയാൽ എഐ വന്ന് ചോദിക്കുമോ? പിന്നെ ക്ഷീണം ഉണ്ടെന്ന് എഐയോട് പറയാമെങ്കിൽ എഐ ആ ക്ഷീണം മാറാനുള്ള വഴിയൊക്കെ പറഞ്ഞുതരും. പക്ഷേ ക്ഷീണമുള്ള മുഖം കണ്ടാൽ ഉടനെ എന്ത് പറ്റി ഗംഗക്കുട്ടി, ഇന്ന് ക്ഷീണമാണല്ലോ എന്ന് എഐ ചോദിക്കുമോ? ചോദിക്കില്ല.